ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ ഇത്തിരി ആഴങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയെ ആഴമായി വിശ്വസിക്കുവാനും സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാനും കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല ക്രൈസ്തവരായി മാറും. അതുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ആഴങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ചരിത്രത്തിലുള്ള 3 കാലഘട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം പ്രതീകമാണ്. പുതിയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു ചരിത്ര സംഭവമാണ്. സഭയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാന വിശുദ്ധമായ കൂദാശയാണ്. പഴയ നിയമത്തിൽ പ്രതീകമായത് എങ്ങനെ പുതിയ നിയമത്തിൽ ഒരു ചരിത്ര സംഭവമായി മാറി, പുതിയ നിയമത്തിലെ ആ ചരിത്ര സംഭവം എങ്ങനെയാണ് അതേപോലെ ഇന്ന് വിശുദ്ധമായി കൂദാശയിൽ നമുക്ക് സംലഭ്യമാകുന്നത്, ഇതാണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നപ്പോൾ പഴയ നിയമത്തിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ, ഒന്നാമതായി പഴയ നിയമ ബലികളാണ് പഴയ നിയമ പ്രതീകം. ഒരു 4-5 ബലികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒന്നാമത്തത് കായൻ്റെയും ആബേലിൻ്റെയും ബലിയാണ്. ബാക്കി പറയാമെന്ന് നോക്കിക്കേ. രണ്ടാമത്തത് നോഹയുടെ ബലിയാണ്. വേറൊരെണ്ണമുള്ളത് മൂന്നാമത്തത് അബ്രാഹത്തിൻ്റെ ബലിയാണ്. 4-മതായി മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിലെ ബലിയാണ്. അങ്ങനെ മെൽക്കിസെദേക്കിൻ്റെ ബലിയും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിലെ കുറേ ബലികളുണ്ട്. ആ ബലികൾ എല്ലാം ഈശോയുടെ കാൽവരി ബലിയിലാണ് പൂർത്തിയായത്. അതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഒരു മാനുഷിക പ്രവൃത്തി ബലിയായി മാറാൻ 4 ഘടകങ്ങൾ ആവശ്യമാണെന്നും ആ 4 ഘടകങ്ങളെന്ന് പറയുന്നത് 1 ബലി അർപ്പകനാണ്, 2 ബലി വസ്തുവാണ്, 3 ബലിപീഠമാണ്, 4 ദൈവാരാധനയാണ്. പഴയ നിയമത്തിലെ ബലികളിൽ 4 ഘടകങ്ങൾ 4ആയി വേറിട്ട് നിന്നപ്പോൾ ഈശോയുടെ ബലിയിൽ ഈ 4 ഘടകങ്ങളും ഒന്നായി മാറി. അങ്ങനെയാണ് പഴയ നിയമത്തിലെ എല്ലാ ബലികളും പുതിയ നിയമത്തിലെ ഈശോയുടെ ബലിയിൽ പൂർത്തിയായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ പഴയ നിയമത്തിലെ ബലികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ദിവ്യകാരുണ്യത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ് പഴയ നിയമത്തിലെ മന്ന, മരുഭൂമിയിൽ പൊഴിയപ്പെട്ട മന്ന. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണാനായിട്ട് ഇടയായി. അതോട് ചേർന്ന് സീനായി ഉടമ്പടി, പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയിൽ പൂർത്തിയാകുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഏകദേശം അത് അവസാനിപ്പിച്ചത്. ഈ മരുഭൂമിയിലെ മന്നയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുതിയവർ ഇന്ന് ആദ്യമായി വന്നവരുണ്ടെങ്കിൽ അതിനൊരു തുടർച്ച കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് സൂചിപ്പിച്ച് ഞാൻ കടന്നു പോവുകയാണ്. മരുഭൂമിയിലെ മന്ന എന്ന് പറയുന്നത് പാഥേയമാണ്. പാഥേയം അത് യാത്രാഭക്ഷണമാണ്. പുതിയ നിയമത്തിലെ മന്നയും പാഥേയമാണ്. അത് സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് പാഥേയം എന്ന് പറയുക? യാത്രാഭക്ഷണം. വഴിയിൽ തളർന്നു വീഴാതെ മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നത് ഈ യാത്രാഭക്ഷണങ്ങളാണ്. മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിലൂടെ 40 വർഷക്കാലം 20 ലക്ഷത്തിലധികം വരുന്ന ജനം കടന്നു പോയപ്പോൾ അവർ വഴിയിൽ വീഴാതിരിക്കാൻ ദൈവം കൊടുത്ത യാത്രാഭക്ഷണമാണ് മരുഭൂമിയിലെ മന്ന. ആ മന്ന ഇല്ലായിരുന്നുവെങ്കിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽക്കാരിൽ ഒരാൾ പോലും വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ നിലനിർത്തിയ ഘടകമാണ് മരുഭൂമിയിലെ മന്ന. അതുതന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന തീർത്ഥാടകരായ നാം ഈ മരുഭൂമി അനുഭവത്തിൽ തളർന്നു വീണ് മരിക്കാതിരിക്കാൻ വേണ്ടി, സ്വർഗത്തിലെത്തുന്നതിന് വേണ്ടി യാത്രാ ഭക്ഷണമായി ദൈവം തന്നതാണ് പരിശുദ്ധ കുർബാന. തൻ്റെ ശരീരവും രക്തവും നൽകിയാണ് അവൻ നമ്മെ സ്വർഗത്തിലേക്ക് പോകാനുള്ള കരുത്തും ബലവും നൽകുന്നത്.
അപ്പം അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ മന്ന പുതിയ നിയമത്തിലെ പരിശുദ്ധ കുർബാനയിലാണ് പൂർത്തീകരിക്കപ്പെട്ടത് എന്ന് സൂചിപ്പിക്കുക. വീണ്ടും നമ്മൾ പഴയ നിയമത്തിലെ മറ്റൊരു പ്രതീകത്തെക്കുറിച്ച് കണ്ടത് അത് സീനായി ഉടമ്പടി ആയിരുന്നു. സീനായി ഉടമ്പടി, പഴയ നിയമത്തിലെ സീനായി ഉടമ്പടി അവരുടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയാണ്. പഴയ നിയമത്തിലെ സീനായി മലയിലെ ചുവട്ടിൽ വെച്ചുള്ള ആ ഉടമ്പടി വഴിയായി 2 നിബന്ധനകൾ ദൈവം മനുഷ്യൻ്റെ മുൻപിൽ വെച്ചു. 1, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. 2, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കണം. ഒരു ഉടമ്പടിയാകുമ്പോൾ അതിന് നിബന്ധനകളുണ്ട്, അതിന് പ്രതിഫലവും ഉണ്ട്. അപ്പം പഴയ ഉടമ്പടിയുടെ നിബന്ധന 2 പറഞ്ഞു നോക്കിക്കുക. എന്താണ്? 1, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. ദൈവത്തിന് തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് അന്നും ഇന്നും എന്നും പറയാനുള്ളത് അതാണ്. മക്കളെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. മറ്റു പല കുഴിയിലും ചെന്ന് വീഴാതിരിക്കാൻ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. എൻ്റെ കൽപ്പന നിങ്ങൾ പാലിക്കണം. അതാണ് പഴയ നിയമത്തിലെ ഉടമ്പടിയിൽ, സീനായി ഉടമ്പടിയിൽ നിബന്ധന. 1, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം. 2, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കണം. അതിന് പ്രത്യുത്തരമായി, പ്രതിഫലമായി ദൈവം നൽകുന്ന 2 കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അപ്പോൾ ഇസ്രായേൽക്കാർ മറ്റുള്ള എല്ലാവരിലേക്കാളും ഉയർന്നവരാണ് എന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ടായത് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനപദമാണ് എന്ന അവരുടെ ബോധ്യമാണ്. അത് ആഴമായൊരു ബോധ്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ഞങ്ങൾ മാത്രമാണുള്ളത്. ഞങ്ങൾക്കാണ് ദൈവമായ കർത്താവ്, പിതാക്കന്മാരുടെ ദൈവം ഞങ്ങളുടെ സ്വന്തം പിതാവാണ്, സ്വന്തം ദൈവമാണ്, പിതാവായ ദൈവമാണ്. ആ ദൈവം ആരാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പിതാക്കന്മാരുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്, ഉണ്ണാനും ഉടുക്കാനും തരുന്ന ദൈവമാണ്, സദാ കൂടെ നടക്കുന്ന ദൈവമാണ്, സുരക്ഷിതമായി പിതൃഭവനത്തിൽ തിരിച്ചെത്തിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി അവർ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഇതാണ് പഴയ ഉടമ്പടി. ആ പഴയ ഉടമ്പടിയെ പൂർത്തിയാക്കാൻ വേണ്ടി മറ്റൊരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. ഈ പുതിയ ഉടമ്പടിയിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് പ്രവാചകന്മാർ അതേക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ ഉടമ്പടി ദൈവമായ കർത്താവ് നമുക്ക് നൽകുമ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് ജെറമിയായുടെ പുസ്തകത്തിൽ, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ വരാനിരിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകി. പഴയ ഉടമ്പടി ഏതാണെന്ന് നമുക്കറിയാം. അതിന് പകരമായി ഒരു പുതിയ ഉടമ്പടി എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ അതിലൂടെ എന്താണ് ലഭിക്കുക? ജെറമിയായുടെ പുസ്തകത്തിൻ്റെ 31-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. കർത്താവ് അരുളി ചെയ്തു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഏതാണ്? ശരിക്കും ശ്രദ്ധിച്ചേ, ഏതാണ് ആ ഉടമ്പടി? വരാനിരിക്കുന്ന ഉടമ്പടി എന്താണ്? ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. പഴയ ഉടമ്പടി മോശയുടെ കയ്യിലിരിക്കുന്ന കല്ലിലാണ് ദൈവമായ കർത്താവ് എഴുതി കൊടുത്തത്. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ കല്ലിലെഴുതിയ കൽപ്പനകൾക്ക് പകരമായി മനുഷ്യൻ്റെ ചങ്കിനകത്ത് അവൻ എഴുതി കൊടുക്കും എന്നതാണ് സത്യം. കല്ല് കൊണ്ടുപോകാത്ത സമയത്തും ചങ്ക് കൊണ്ടുപോകും. അവൻ ചങ്കിനകത്ത് ഈ നിയമമുണ്ടെങ്കിൽ അത് അവൻ ഏത് സമയത്തും അവനത് പാലിക്കാൻ കടപ്പെട്ടവനായി മാറും. അപ്പം അങ്ങനെ അവരുടെ ഹൃദയത്തിൽ എഴുതും. എന്താണ് എഴുതി കൊടുക്കുക? ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും എന്നതാണ്
ഒരു ശാശ്വതമായ അടയാളം പോലെ അവരുടെ ഹൃദയത്തിൽ ദൈവം എഴുതി കൊടുക്കുന്ന പുതിയ ഉടമ്പടി. ആ ഒരു ഉടമ്പടി പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ദൈവമായ കർത്താവ് തിരുവത്താഴ വേളയിലാണ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ബൈബിൾ തുറക്കുക. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 20-ാം വാക്യം കിട്ടുന്നവർ വായിക്കുക. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടിക്ക് പകരമായി ദൈവമുണ്ടാക്കുന്ന പുതിയ ഉടമ്പടി. കാളക്കിടാവിൻ്റെ രക്തം കൊണ്ടാണ് പഴയ നിയമത്തിൻ്റെ ഉടമ്പടി അവൻ മുദ്ര വെച്ചതെങ്കിൽ, ഇനി കാളക്കിടാവിൻ്റെ രക്തം കൊണ്ടല്ല, തൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് അവൻ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. പഴയതിനെ കാലഹരണപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടായി. എന്താണ് ആ പുതിയ ഉടമ്പടി? പഴയ നിയമത്തിലേത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പഴയ നിയമത്തിൽ കാളക്കിടാവിൻ്റെ രക്തം ഉടമ്പടിയുടെ രക്തമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഇത് രക്തത്താലുള്ള ഉടമ്പടിയാണ്. രക്തത്താലുള്ള ഉടമ്പടി. എന്താണ് ആ രക്തത്താലുള്ള ഉടമ്പടി? അത് മനുഷ്യനെ കുറേ കൂടെ ദൈവവുമായുള്ള ആഴമായൊരു ബന്ധത്തിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും. ദൈവത്തിൻ്റെ കൂടെയായിരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. എന്നാൽ ഇത് പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഒരു പടി കൂടെ വളരുകയാണ്. എങ്ങനെയാണ് ആ ഒരു പുതിയ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന വളരെ നിർണായകമായ കാര്യം? അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 56-ാം വാക്യത്തിലാണ് നമ്മൾ കാണുക. 6:56 യോഹന്നാൻ്റെ സുവിശേഷം. അവിടെ നമ്മൾ വായിക്കുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. വേർപെടുത്താനാവാത്ത ഒരു ബന്ധത്തിലേക്ക് ശാശ്വതമായി ദൈവവും മനുഷ്യനും അടുത്തു വരുന്നതാണ്, ഒന്നായിത്തീരുന്നതാണ് ഈ പുതിയ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുക. ഇനി ശരിക്കും ശ്രദ്ധിക്കുക, അതിന് 2 നിബന്ധനകളുണ്ട്. പഴയ ഉടമ്പടിയിൽ 2 നിബന്ധനകളുണ്ട്, 2 പ്രതിഫലവുമുണ്ട്. പുതിയ ഉടമ്പടിയിലും 2 നിബന്ധനകൾ ഉണ്ട്. പുതിയ ഉടമ്പടിയിൽ 2 വാഗ്ദാനങ്ങളുമുണ്ട്. എന്താണ് പുതിയ ഉടമ്പടിയുടെ 2 നിബന്ധനകൾ? നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. ഇതാണ് 2 നിബന്ധനകൾ. ഇത് ചെയ്യുന്നവർക്കാണ് 2 പ്രതിഫലം കിട്ടുക. എന്താണ്? നിങ്ങൾ എന്നിലും ഞാൻ അവനിലും ആയിരിക്കും. പഴയ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾ എൻ്റെ എൻ്റെ വാക്ക് കേൾക്കണം, എൻ്റെ കൽപ്പനകൾ പാലിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. നിങ്ങളുടെ ദൈവമായി അറിയപ്പെട്ട ദൈവം ഇനി എവിടെയാണ് ആയിരിക്കുക? നിങ്ങളുടെ ഉള്ളിലാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഉള്ളിലാണ് നമ്മളായിരിക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഈ 2ാമത്തെ ഉടമ്പടിയിലൂടെ ലഭിക്കുകയാണ്. ജീവാത്മ പരമാത്മ ലയനം എന്നൊക്കെയാണ് ആത്മീയതയുടെ ഏറ്റവും പരമോന്നതമായ പദവിയെ സാധാരണഗതിയിൽ എല്ലാ മതങ്ങളും വിശേഷിപ്പിക്കുന്നത്. ജീവാത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുകയാണ്. ആ വിലയം പ്രാപിക്കുന്ന അവസ്ഥ നമുക്ക് തരും എന്ന് പറഞ്ഞത് പരിശുദ്ധ കുർബാനയിൽ അവൻ പൂർത്തിയാക്കി തരുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോയുടെ തിരുരക്തം കൊണ്ട് മുദ്ര വെച്ച ഉടമ്പടിയാണത്. ആ ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം
വാക്കിലും വാഗ്ദാനങ്ങളിലും വിശ്വസ്തനായ ദൈവം ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോഴും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഇതാണ് നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈശോ എന്നിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തിൻ്റെ ജീവകോശങ്ങളിൽ അവൻ അലിഞ്ഞു ചേർന്ന് അവിടെ നിന്ന് ഒരിക്കലും വിട്ടുമാറാത്ത വിധത്തിൽ എന്നോട് അലിഞ്ഞു ചേരുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാന പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആര് നോക്കിയാലും വേർപെടുത്താനാവില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഈശോയിൽ നിന്ന് നമ്മളെ വേർപെടുത്താനാവാത്ത വിധം അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവമാണ് പുതിയ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായി തീരേണ്ടവരുമാണ്. ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായിത്തീരേണ്ടവരുമാണ്. ഒന്നിച്ചിരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. എമ്മാനുവലായി നമ്മുടെ കൂടെ വസിച്ചു. ദൈവം നമ്മോട് കൂടെ. അത് നമ്മളോട് ഒന്നിച്ച് ഇരിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയുടെ ഏറ്റവും വലിയ സായുജ്യ അനുഭവത്തിലേക്ക് എത്തിക്കുന്നത് ഒന്നായിത്തീരുന്ന അവസ്ഥയിലാണ്. ഒന്നിച്ചിരുന്നു, അത് ഒന്നായിത്തീരുന്ന അത് സംഭവിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്, പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയിൽ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് കടന്നു വരുന്നു. ഇനി നമുക്ക് വേർപെടുത്താനാവാത്ത ഒരു ബന്ധത്തിലാണ് നമ്മളായിരിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6:56 നമ്മൾ വായിച്ചത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ ഉടമ്പടിയിൽ തുടങ്ങിവെച്ച ദൈവ മനുഷ്യ ബന്ധം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് പുതിയ ഉടമ്പടിയിലാണ്. ഇനി അതിനു മുകളിൽ വേറൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒരു ദൈവാനുഭവം ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയെ ആഴങ്ങളിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് എന്ന് മനസ്സിലായാൽ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വേണ്ടി അപ്പമായി തീർന്ന് എൻ്റെ ഉള്ളിൽ വസിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ സദാ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ് പരിപൂർണതയിലേക്ക് നമുക്ക് വളരാൻ പറ്റുക, വിശുദ്ധിയിൽ നമുക്ക് വളരാൻ പറ്റുക. ദൈവമാണ് എൻ്റെ സർവസ്വവും എന്ന് പറയുന്നത് കേവലം ഒരു വാക്ക് മാത്രമല്ല, അതെൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയായി മാറുന്നത് അപ്പോഴാണ്. അതുകൊണ്ടാണ് പഴയ ഉടമ്പടിയിൽ തുടങ്ങിവെച്ച ദൈവബന്ധം, ദൈവമനുഷ്യബന്ധം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് പുതിയ ഉടമ്പടിയിലാണ്. എല്ലാ ദൈവാന്വേഷണങ്ങളുടെയും അവസാനത്തെ വാക്ക് ദിവ്യകാരുണ്യമാണ് എന്ന് പിന്നീട് നമ്മൾ കൂടുതൽ ആഴങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ലോകത്തിലുള്ള എല്ലാ ലയനാനുഭവങ്ങളെക്കാളും അഗാധമായ ലയന അനുഭവമാണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. എല്ലാ ലയനാനുഭവങ്ങളും നമുക്ക് മാനുഷികമായി ചിന്തിക്കാവുന്ന ഏറ്റവും ഒന്നായിത്തീരുന്ന അനുഭവത്തിൻ്റെ ആ മൂർധന്യ അവസ്ഥയിലും രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കണം. രണ്ട് വ്യത്യസ്തമായ വിധത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ പരിശുദ്ധ കുർബാനയിലെ ഒന്നായിത്തീരലിൽ രണ്ട് വ്യക്തികൾ ഒന്നായി മാറുന്നു. വേർപെടുത്താനാവാത്ത വിധം ഒരേ മനസ്സും ഒരേ ശരീരവും ഒരേ ആത്മാവുമായി മാറുന്ന ലയനാനുഭവത്തിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുക. ഇതാണ് പഴയ നിയമത്തിലെ ചില പ്രതീകങ്ങൾ എങ്ങനെ പരിശുദ്ധ കുർബാനയിൽ അത് പൂർത്തിയാകുന്നു എന്ന് സൂചിപ്പിച്ചു വരിക. ഇനി നാലാമതായി മറ്റൊരു ദിവ്യകാരുണ്യ പ്രതീകത്തിലേക്ക് കുറച്ച് ആഴങ്ങളിൽ പോകാം. അത് കുറച്ച് ദിവസങ്ങളെടുത്ത് തന്നെ പഠിക്കേണ്ട വളരെ വിശാലമായൊരു വലിയ ഒരു വിഷയമാണ്. ഞാനതൊന്ന് തുടങ്ങി വയ്ക്കാമെന്ന് ഇന്ന് കരുതുകയാണ്. നാലാമത്തെ പ്രതീകം പഴയ നിയമത്തിൽ ഒന്നാമത്തത് ബലികളാണ്, 2 മരുഭൂമിയിലെ മന്നയാണ്, 3 പഴയ ഉടമ്പടിയാണ്, 4
പെസഹായും പെസഹായുടെ ആചരണങ്ങളുമാണ്. പെസഹായും പെസഹായുടെ ആചരണങ്ങളും പഴയ നിയമത്തിൻ്റെ നാളുകളിലൂടെ കടന്നു വന്നാൽ പല തിരുനാളുകളും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലെ ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ, വലിയ പെരുന്നാളായിരുന്നു പെസഹ. ഒത്തിരി ആഘോഷങ്ങളുണ്ട് അവർക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ പെരുന്നാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവരുടെ പെസഹ ആയിരുന്നു. അത് നിർബന്ധമായും പെസഹ അവർ ആചരിക്കണമായിരുന്നു, ആഘോഷിക്കണമായിരുന്നു. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ പെരുന്നാൾ അത് ഒരു കടന്നുപോകലിൻ്റെ ഓർമ്മയും ആഘോഷവുമായിട്ടാണ് ചരിത്രത്തിൽ ആരംഭിക്കുക. ഒരു കടന്നുപോകലിൻ്റെ ഓർമ്മയാണത്. ഏതാണ് ആ കടന്നുപോകലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. വീട്ടിൽ പോയിരുന്ന് ശാന്തമായി പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം വളരെ ആഴമായ പഠനത്തിന് വിഷയമാക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലോടെയാണ് ഞാനത് പറയുക. കടന്നുപോകലിൻ്റെ ഓർമ്മയാണത്. അതൊരു ആഘോഷമായ ഓർമ്മയാചരണമാണ്. ജീവൻ തുടിക്കുന്ന ഒരു പിടി ഓർമ്മകളാണ് അവിടെയുള്ളത്. പരിശുദ്ധ കുർബാന ജീവൻ തുടിക്കുന്ന ഒരു പിടി ഓർമ്മകളാണ് ആദ്യമേ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും, ബാക്കി പറയാമെന്ന് നോക്കിക്കുകയും, പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. ഞാൻ ആദ്യ നാളുകളിൽ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ അനുസ്മരണം ശക്തമായാൽ മാത്രമേ അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ജീവൻ തുടിക്കുന്ന ഓർമ്മകളാണ് പരിശുദ്ധ കുർബാനയെ അനുഭവമുള്ളതാക്കി മാറ്റുക. ഓർമ്മകൾ ശുഷ്കമായാൽ അനുഭവങ്ങൾ നഷ്ടമാകും. ഓർമ്മകൾ ശക്തമായാൽ അനുഭവങ്ങൾക്ക് തീവ്രതയുണ്ടാകും. അതുകൊണ്ടാണ് ഒരു കടന്നുപോകലിൻ്റെ ഓർമ്മയാചരണമായിട്ടാണ് ഇത് ആരംഭിക്കുക. നാടോടി പെരുന്നാളായി ആരംഭിച്ചതാണ് പെസഹ എന്ന് പെസഹായുടെ ചരിത്രം ആഴങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവുകയാണ്. നാടോടികളുടെ പെരുന്നാൾ എന്ന നിലയിൽ അതെങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, വിളവെടുപ്പ് തിരുനാളായി അത് കർഷകർ ആഘോഷിച്ചിരുന്നു. ഒരു പ്രദേശത്ത് കൃഷി നടത്തി അതിൻ്റെ വിളവെല്ലാം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ധാന്യവുമെല്ലാമായി അടുത്ത സ്ഥലത്തേക്ക്, പുതിയ മേച്ചിൽ സ്ഥലത്തേക്ക്, പുതിയ സ്ഥലത്തേക്ക്, കൃഷിക്കായി കുറേ കൂടെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ ചെയ്തിരുന്ന ഒരു കാര്യം, ദൈവം തന്ന ഈ ധാന്യങ്ങളെ ഓർത്ത്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ തീറ്റി പോറ്റിയതിനെ ഓർത്ത്, സമൃദ്ധമായി വിളവുകൾ നൽകിയതിനെ ഓർത്ത്, നല്ല കാലാവസ്ഥ നൽകിയതിനെ ഓർത്ത് ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ അനുസ്മരിച്ച് കൃതജ്ഞതയുടെ ബലിയർപ്പിക്കുന്ന കർഷകൻ്റെ ഒരു പെരുന്നാളായിട്ടാണ് പെസഹ ആദ്യമായി അത് കർഷകരുടെ ഇടയിൽ ആരംഭിക്കുക. രണ്ടാമതായി നാടോടികളെപ്പോലെ നടന്ന ഇസ്രയേൽ ജനം ഏതെങ്കിലും ഒരു പ്രത്യേകമായ പ്രദേശത്ത് തങ്ങളുടെ ആടുമാടുകളെ മേയിക്കാൻ സമൃദ്ധമായ പുൽമേടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിയുമ്പോൾ അവിടെ അതിന് കൂടാരമടിച്ച് ആ ഭാഗത്ത് കുറേ കാലം ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിനിടയിൽ ഈ ആടുകൾക്ക് പുതിയ കുഞ്ഞുങ്ങളുണ്ടായി, തലമുറകൾ വളരാൻ തുടങ്ങി, ആടുകളുടെ എണ്ണം വർദ്ധിച്ചു, ആടുകൾ സമൃദ്ധമായി പുല്ല് കഴിച്ച് നല്ല കൊഴുപ്പുള്ള നല്ല ആടുകളായി വളർന്നു. ഇതിനെയെല്ലാം കാണുമ്പോൾ ഇതിനെ പോറ്റി വളർത്തുന്ന ഇടയൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരാത്മനിർവൃതിയും അത് തന്നത് ദൈവമാണ് എന്ന തിരിച്ചറിവും ദൈവത്തിൻ്റെ മുൻപിൽ നന്ദിയോടെ നിൽക്കാൻ അവനെ പ്രേരിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വന്ന് താമസമാക്കിയത് മുതൽ ഇന്ന് വരെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന തിരുനാളായി ഇടയന്മാരും അങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് ഇടയന്മാരുടെയും അതേപോലെ കർഷകരുടെയും ഈ നന്ദി പ്രകടനത്തിൻ്റെ, ദൈവം തന്ന അനുഗ്രഹങ്ങളെ നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച ഒരു നാടോടി പെരുന്നാളാണ് പിന്നീട് പെസഹായായി രൂപാന്തരപ്പെട്ടത് എന്നതാണ് ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.
ഈ രണ്ട് ആഘോഷങ്ങളും യഥാർത്ഥത്തിൽ കൃതജ്ഞതയുടെ ആഘോഷമായിരുന്നു. രണ്ടും സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അവസരവുമായിരുന്നു. കാരണം തമ്പുരാൻ തന്നത് നന്മ മാത്രമാണ്. ആ നന്മയോർത്ത് നന്ദി പറയുകയും അതിൻ്റെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് പെസഹ ആചരണം ആരംഭിക്കുക. ഇനി ഞാൻ അതിൻ്റെ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരികയാണ്. യഹൂദരുടെ കലണ്ടർ അനുസരിച്ച് 1-ാം മാസമായ നിസാൻ മാസം 14-ാം തീയതിയാണ് ഇവർ പെസഹ ആചരിച്ചിരുന്നത്. അതിന് പ്രത്യേകമായ കാരണമുണ്ട്. നിസാൻ മാസം 1-ാം തീയതി അവരുടെ കലണ്ടറിലെ 1-ാമത്തെ മാസമാണ് നിസാൻ മാസം. അതിൽ 14-ാം തീയതി, 1-ാം മാസമായ നിസാൻ മാസം 14-ാം തീയതിയാണ് അവർ പെസഹ ആചരിക്കുന്നത്. അങ്ങനെ ആചരിക്കാനുള്ള കാരണം ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാരോട് പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് 1-ാം മാസമാണ്, 14-ാം തീയതി നിങ്ങൾ പെസഹ ആചരിക്കണം. അതിൻ്റെ എല്ലാ കർമാനുഷ്ഠാനങ്ങളും എങ്ങനെയാണ് നിങ്ങളത് അനുഷ്ഠിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നിങ്ങളത് അപ്രകാരം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവമായ കർത്താവ് നേരിട്ട് മോശ നേതൃത്വം കൊടുക്കുന്ന ഇസ്രായേൽ ജനതയോട് അവർ സംസാരിച്ചിട്ടുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിതമാകാൻ വേണ്ടി ദൈവം ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് അവരോട് കൽപ്പിച്ചു എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഓർമ്മ നിങ്ങൾ ഓരോ വർഷവും ആചരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നിസാൻ മാസം 14-ാം തീയതി പെസഹായുടെ ആചരണം കൃത്യമായി പിന്നീട് ചരിത്രത്തിൽ തുടങ്ങാനുള്ള കാരണം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം എടുക്കുക. ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് പെസഹായെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവമായ കർത്താവ് നൽകിയത്. അത് നമ്മൾ പഠിക്കണം. കാരണം പരിശുദ്ധ കുർബാനയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ദിവ്യകാരുണ്യ പ്രതീകം പഴയ നിയമത്തിലേത് പെസഹായും പെസഹായുടെ ആചരണവുമാണ്. പെസഹ മാത്രമല്ല, പെസഹായുടെ ആചരണവുമാണ്. അതാണ് നമ്മൾ കൂടുതൽ വിശദമായി പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദിവ്യകാരുണ്യ പ്രതീകം. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ട് ഉണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും പറഞ്ഞു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം തീയതി ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം, ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഇതെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്? 10-ാം തീയതിയാണ്. പെസഹ ആചരിക്കേണ്ടത് എന്നാണ്? 14-ാം തീയതിയാണ്. പിന്നെ ഇതിനാണ് 4 ദിവസങ്ങൾക്ക് മുൻപ് പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത്? കാരണം പഴയ നിയമത്തിലെ പശ്ചാത്തലത്തിൽ പെസഹ കുഞ്ഞാട്, ബലിക്കുഞ്ഞാട് ഊനമറ്റതായിരിക്കണം, കുറവില്ലാത്തതായിരിക്കണം, യാതൊരു ന്യൂനതയും ഇല്ലാത്തതായിരിക്കണം എന്നത് വളരെ കർശനമായ നിയമമാണ്. ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ നമ്മളത് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഊനമറ്റതായിരിക്കണം. അങ്ങനെ ഇത് ഊനമറ്റതാണ് എന്ന ഉറപ്പ് വരുത്താൻ വേണ്ടി 4 ദിവസത്തെ പരിശോധനയുടെ ദിവസമാണത്. പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നത് 10-ാം തീയതിയാണ്. ഇനി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥ പെസഹ കുഞ്ഞാടായ, ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ തമ്പുരാൻ ജെറുസലേമിലേക്ക് രാജകീയമായി ആനയിക്കപ്പെടുന്നത് നിസാൻ മാസം 10-ാം തീയതിയാണ്. ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശുമരണം നടക്കുന്നതിന് മുൻപ് ഞായറാഴ്ച തന്നെ 4 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഈ പഴയ നിയമത്തിൽ 10-ാം തീയതി കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കണം. അത് ഈശോയുടെ ജീവിതത്തിൽ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥ പെസഹ കുഞ്ഞാട് 10-ാം തീയതി തന്നെ ബലിപീഠത്തിനരികിലേക്ക് ജെറുസലേമിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ ന്യൂനമില്ലാത്തതാണ് എന്ന് വെളിപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസിൻ്റെ അരമന മുറ്റത്ത് വെച്ച് ഈശോ വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ന്യായാധിപൻ തന്നെ വിളിച്ചു പറഞ്ഞു. ഇവൻ ഒരു കുറ്റവുമില്ലാത്തവനാണ്, ഒരു കുറവുമില്ലാത്തവനാണ്.
അങ്ങനെ ഒരുവനെ കണ്ടെത്താൻ വേണ്ടി ലോകം കാത്തിരിക്കുകയായിരുന്നു. അത് ദൈവപുത്രനായ ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് അത് പൂർത്തിയായത്. അതുകൊണ്ട് പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന ക്രമങ്ങൾ പഠിക്കുമ്പോൾ ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വേണം നമ്മളിത് പഠിക്കാൻ എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചു വരിക. പിന്നീട് 10-ാം തീയതി തിരഞ്ഞെടുക്കണം. ഭക്ഷിക്കാനുള്ള കഴിവനുസരിച്ച് വേണം ഓരോ കുടുംബത്തിനും കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടനാട് ആയിരിക്കണം. 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടനാട്. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. ഏത് ദിവസമാണ്? അത് 14-ാം തീയതി. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ കർമ്മവിധികളാണ്. അതിൻ്റെ രക്തത്തിൽ കുറച്ച് എടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടളപ്പടികളിൽ മേലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അര മുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടികൾ കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം ഇത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതന്മാരെ എല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്ക് എല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. വിട്ടയക്കാൻ ഇസ്രായേൽ സമൂഹത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുവാൻ മോശ ചെന്ന് ഫറവോയോട് ചോദിച്ചപ്പോൾ ഫറവോ ചോദിക്കുന്നുണ്ട്, നിന്റെ ദൈവം ആരാണ്? നിന്റെ ദൈവം ആരാണ്? ശിക്ഷാവിധികൾ ഒന്നൊന്നായി കൊടുത്തപ്പോഴും അവർക്കത് മനസ്സിലായില്ല. അവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് 10ാമത്തെ ബാധയുടെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടെ ഞാൻ ഓർക്കണം. അതുകൊണ്ടാണ് അന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന്, എല്ലാറ്റിൻ്റെയും ഉടയവനായ കർത്താവ് ഞാനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. കട്ടളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഇവിടെ കണ്ടത്. ആദ്യത്തെ പെസഹ തിരുനാളിൽ ഇസ്രായേൽക്കാർ ബലി കഴിച്ച കുഞ്ഞാടിൻ്റെ രക്തമാണ് അവർക്ക് ദൈവക്രോധത്തിൽ നിന്നുള്ള വിമോചനത്തിന് കാരണമായി മാറിയത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള കാരണമായി തീർന്നത് ആദ്യത്തെ പെസഹായും ആദ്യത്തെ പെസഹായുടെ ആദരണവുമായിരുന്നു. ഇസ്രായേൽക്കാരുടെ വീടിൻ്റെ കട്ടളയിലും വാതിൽപ്പടിയിലും തളിച്ച കുഞ്ഞാടിൻ്റെ രക്തമാണ് ആ വീട്ടിലുള്ളവർ ദൈവത്തിനുള്ളവരാണ് എന്നതിൻ്റെ അടയാളമായി മാറിയത്. സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചതിൻ്റെ അടയാളമുള്ള വീടുകളെ ഉപദ്രവിക്കാതെ അവൻ കടന്നുപോയി. അതാണ് കടന്നുപോകൽ. ആദ്യജാതന്മാരെ വധിച്ച ആ രാത്രിയിൽ ഈജിപ്തിലുള്ള എല്ലാ ഇസ്രായേൽക്കാരുടെയും ഭവനത്തിൽ ഒരാൾക്ക് പോലും ആപത്തുണ്ടാകാത്ത വിധത്തിൽ സംഹാരദൂതൻ അവരെ ഉപദ്രവിക്കാതെ കടന്നുപോയതിൻ്റെ ഓർമ്മ ഈ ഈജിപ്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിലവിളിയുടെ രാത്രിയിൽ അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭവമായി മാറി. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ തലമുറകളോളം ഇത് ആദരിക്കണം എന്ന് ദൈവമായ കർത്താവ് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. യഹൂദരുടെ പെസഹായും പെസഹായുടെ ആചരണവും പരിശുദ്ധ കുർബാനയോട് വളരെ അടുത്ത് നിൽക്കുന്ന പ്രതീകമാണ് എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ചു വരുന്നതിൻ്റെ എല്ലാം അർത്ഥം. അത് 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ പെസഹായുടെ ആചരണം പെസഹ ആചരിക്കണമെന്നുള്ള കൽപ്പനയാണ്. പിന്നെ പെസഹായുടെ ആചരണമാണ്, ആദിജാതന്മാരുടെ വധമാണ്, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. പെസഹായുടെ ഒരുക്കം എങ്ങനെയാണ് നടത്തേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ 10-ാം ദിവസമാണ്, 10-ാം തീയതിയാണ് ആരംഭിക്കുക. അന്നാണ് പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കേണ്ടത്.
പെസഹ കുഞ്ഞാട് ഊനമറ്റതായിരിക്കണമെന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വളരെ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കുക. യഹൂദ പെസഹായുടെ കർമ്മവിധികൾ കൂടെ മനസ്സിലാക്കുമ്പോഴാണ് അത് എങ്ങനെ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നും പൂർണ്ണമായ ഒരു ബലിയും എന്നേക്കുമായുള്ള പെസഹ കുഞ്ഞാടുകളുടെ ബലിയർപ്പണങ്ങളും അവസാനിപ്പിച്ച് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ബലിയിൽ അത് പഴയ നിയമ ബലികളെല്ലാം പൂർത്തിയാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നിസാൻ മാസം 10-ാം തീയതി മുതൽ 3 ദിവസത്തേക്ക് ഒരുക്കത്തിൻ്റെ ദിവസം 14-ാം തീയതി ഉച്ചയ്ക്ക് മുൻപായി പെസഹ ആചരിക്കുന്ന മുറിയും അതിനുള്ള പരിസരങ്ങളുമെല്ലാം അവർ വൃത്തിയാക്കുമായിരുന്നു. 6 മണിക്കാണ് പെസഹയുടെ ആചരണം ആരംഭിക്കുക. 12 മണിക്ക് മുൻപായി അത് അവസാനിപ്പിക്കുകയും വേണം. കർമാനുഷ്ഠാനങ്ങളോടുകൂടെ പെസഹയുടെ ആചരണത്തിന് മുൻപ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമതായി, പെസഹ കുഞ്ഞാടിൻ്റെ മാംസം ചുട്ട് പാകപ്പെടുത്തി വെക്കണം. പെസഹ ആചരണത്തിന് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട കാര്യം പെസഹ കുഞ്ഞാടിൻ്റെ മാംസം ചുട്ട് പാകപ്പെടുത്തി വെക്കണം. 2, 4 കപ്പ് വീഞ്ഞ് തയ്യാറാക്കി 4 കപ്പ് വീഞ്ഞ് തയ്യാറാക്കി വെക്കണം. 3-ാമതായി, പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കി വെക്കണം. 4-ാമതായി, പെസഹ ഭക്ഷണത്തിന് വേണ്ടി കയ്പിലയോ കയ്പ് നീരോ എടുത്തു വയ്ക്കണം. 5-ാമതായി, കൈ കഴുകുന്നതിനുള്ള വെള്ളം ക്രമീകരിച്ച് വയ്ക്കണം. 6 മണിക്ക് മുൻപായി പെസഹ ആചരിക്കുന്ന എല്ലാവരും പെസഹ ആചരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരണം. പെസഹ ആചരിക്കാൻ വരുന്ന എല്ലാവരുടെയും പാദങ്ങൾ, 7-ാമതായി, എല്ലാവരുടെയും പാദങ്ങൾ ആ സമൂഹത്തിലെ ഏറ്റവും എളിയ നിലയിലുള്ള ദാസൻ വന്ന് പാദക്ഷാളനം നടത്തണം. ഇതാണ് പെസഹായുടെ കർമ്മവിധികളിൽ മുൻപായി ഒരുക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ കാണുന്നത് പെസഹ ഭക്ഷണത്തിനുള്ള സീറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ്. പെസഹ ഭക്ഷണത്തിനുള്ള സീറ്റ് ക്രമീകരിക്കുന്നത് ഒന്നിങ്ങോട്ട് നോക്കുകയും, സാധാരണയായി നമ്മൾ സീറ്റ് ക്രമീകരിക്കുന്നത് പോലെയല്ല, യു ഷേപ്പിലാണ് ഈശോയുടെ കാലഘട്ടത്തിൽ പെസഹ ഭക്ഷണത്തിനുള്ള സീറ്റ് ക്രമീകരണങ്ങൾ ഉള്ളത്. അതിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുക. വളരെ ആഴമായ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില സത്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായി പങ്കുവയ്ക്കുക. യു ഷേപ്പിലാണ്. ഇവിടെ നിന്ന് ആരംഭിച്ച് ഇതിലെ വന്ന് ഇങ്ങനെ പോകത്തക്ക വിധത്തിൽ ഇങ്ങനെ സീറ്റ് ക്രമീകരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഇതിൻ്റെ യു ഷേപ്പിൻ്റെ ഏറ്റവും ഇങ്ങേ നടുഭാഗത്തായിട്ട് ഇരിക്കും. അതിലാണ് കുടുംബനാഥൻ പ്രധാന പീഠത്തിൽ ഇരിക്കും. ഇനി ഇടതുവശത്ത് പ്രധാനപ്പെട്ട ആൾ ഇരിക്കുന്നതിൻ്റെ ഇടതുവശത്തുള്ള സീറ്റ് എന്ന് പറയുന്നത്, ഇടതുവശത്തുള്ള സീറ്റിൽ അന്ന് പ്രത്യേകമായി ആരെയാണോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ ആളെയാണ് ഇടതുവശത്തെ 1-ാമത്തെ സീറ്റ്. അപ്പോൾ ഈശോയുടെ പെസഹായുടെ സമയത്ത് ആരായിരിക്കും ഈശോയുടെ ഇടതുവശത്ത്? പ്രധാനപ്പെട്ട പീഠത്തിൽ ഈശോ ഇരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ഇടതുവശത്ത് അന്ന് ആരായിരിക്കും ഇരിക്കുക? അന്ന് ആരായിരിക്കും ഇരിക്കുക? സ്വാഭാവികമായി നമുക്ക് തോന്നുക യോഹന്നാനെയാണെന്നാണ്. പക്ഷെ അല്ല, യൂദാസിനെയാണ്. കാരണം ഈശോയുടെ പെസഹായിൽ ഈശോ ഏറ്റവും അധികം ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ആഗ്രഹിച്ച വ്യക്തി തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദാസിനെയാണ്. അതുകൊണ്ട് ഈശോ തൻ്റെ ഇടതുവശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പെസഹ ആചരണത്തിൽ മാറ്റിവെക്കുന്ന സീറ്റ് ഈശോ യൂദാസിന് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പെസഹ ഭക്ഷണത്തിന് ഇരിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ ഒരു സീറ്റ് എപ്പോഴും കൂടുതലിടുമായിരുന്നു. ഒരു സീറ്റ്. ഇപ്പോൾ ഈശോയും 12 ശിഷ്യന്മാരും ആണ് പെസഹ ആചരിക്കുന്നതെങ്കിൽ ഒരു സീറ്റ് കൂടെ 14 സീറ്റ് ക്രമീകരിക്കണം. ആ 14-ാമത്തെ സീറ്റ് എന്ന് പറയുന്നത്, 14-ാമത്തെ സീറ്റ് അദൃശ്യനായി പെസഹ ഭക്ഷണത്തിൽ പങ്കെടുക്കുന്ന മിശിഹായ്ക്ക് വേണ്ടിയുള്ള കസേരയാണ്. അത് എവിടെയാണ് ഇടുക? പെസഹ ആചരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയുടെ വലതുവശത്താണ് ആ ഒരു കസേര ഇടുക. പക്ഷേ ഈശോയുടെ പെസഹായിൽ ഇങ്ങനെ
മിശിഹായ്ക്ക് വേണ്ടിയുള്ള ഒരു കസേര ഇട്ടില്ല എന്ന് നമ്മൾ പിന്നീട് കൂടുതൽ ആഴങ്ങളിൽ മനസ്സിലാകും. കാരണം യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് വരാനിരിക്കുന്ന മിശിഹ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് ശമയൻ പത്രോസ് അതിനു മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് മിശിഹായ്ക്ക് വേണ്ടി അവർ സീറ്റ് മാറ്റിവെച്ചില്ല. അവിടെയാണ് ആകെ 13 സീറ്റാണുള്ളത്. ഇടതുവശത്ത് യൂദാസും വലതുവശത്ത് യോഹന്നാനും. അങ്ങനെയാണ് സീറ്റ് ക്രമീകരിച്ചത്. ബാക്കി ഇങ്ങനെ ഓരോന്നുമായി കൊടുക്കുന്നു. വലതുവശത്തെ സീറ്റിനോട് ചേർന്നാണ് സമൂഹത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളിനുള്ള സ്ഥലം. തുടർന്നുള്ള സ്ഥാനങ്ങൾ മറ്റുള്ളവർക്കായി, പെസഹായിൽ പങ്കെടുക്കുന്നവർക്കായി മാറ്റിവെക്കും. അങ്ങനെ ഈശോ ആചരിച്ച ആ ഒരു പെസഹ പരിശുദ്ധ കുർബാനയോട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ക്രിസ്തുവിൻ്റെ പെസഹ പഴയ നിയമ പെസഹായുടെ എങ്ങനെ പൂർത്തീകരണമായി എന്ന് കൂടുതൽ വിശദമായി നമ്മൾ അടുത്ത ആഴ്ചയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായുടെ പെസഹാ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. പഴയ നിയമത്തിലെ പെസഹായാണ് പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ആഴമായ അറിവുകൾ നൽകുന്ന പഴയ നിയമത്തിലെ ദിവ്യകാരുണ്യ പ്രതീകം. അതുകൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിക്കുന്നത്. പെസഹാ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമായ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ, ദൈവമേ, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയെ, നീ ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ ബലിയായി തീർന്നതിൻ്റെ ജീവൻ തുടിക്കുന്ന ഓർമ്മകളോടെ ഈ ബലിയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. നിൻ്റെ തിരുരക്തം കൊണ്ടാണ് നീ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചത്. നിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിലാണ് കൃപയിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവമേ, ഈ ബലിയുടെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളെയെല്ലാം മാറ്റിത്തരണമേ. രോഗങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. ആരോഗ്യം നൽകണമേ നാഥ. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ പരിഹരിക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ അൾത്താരയിൽ അർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ബലി വളരെ ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ നമുക്കൊന്നു ചേർന്ന് അർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.